രാഷ്ട്രീയത്തിൽ ഇടപെടാതെ മാറി നടന്നിരുന്നൊരു മനുഷ്യൻ, വിമാനത്തിൽ പൈലറ്റായി ജോലി ചെയ്തിരുന്നൊരു മനുഷ്യൻ, രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠങ്ങൾ പോലും അറിയാത്തൊരു മനുഷ്യൻ നിവൃത്തികേട് കൊണ്ട് തൻ്റെ അമ്മ ഭീകരവാദികളാൽ വെടിയേറ്റ് മരിച്ചതിൻ്റെ പേരിൽ ഒരു ഭരണാധികാരത്തിൻ്റെ തലപ്പത്തേക്ക് അവരോധിക്കപ്പെടുന്നൊരു സാഹചര്യമുണ്ടായി. തുടക്കത്തിൽ തൻ്റെ കൂട്ടത്തിലുള്ള ആളുകളുടെ പ്രേരണയാൽ മുന്നോട്ട് പോയെങ്കിലും അദ്ദേഹം എന്താണ് ഭരണമെന്ന് പഠിച്ച്, സാം പിട്രോഡയിലൂടെ എന്താണ് ടെക്നോളജി എന്ന് പഠിച്ച്, എന്താണ് കമ്പ്യൂട്ടർ എന്ന് പഠിച്ച്, എന്താണ് പുതിയ ട്രെൻഡുകളെന്ന് പഠിച്ചിട്ട് ആ പഠനത്തിലൂടെ ഒരു രാജ്യത്തിൻ്റെ അടിത്തറയെ മാറ്റാൻ മുന്നോട്ട് വന്നില്ലേ ഒരു മനുഷ്യൻ? ആളെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? രാജീവ് ഗാന്ധി. അതാണ് കരുത്ത്, ലീഡർഷിപ്പ്. ഏറ്റെടുത്താൽ, ചില ആളുകൾ ഏതോ കമ്മിറ്റീൻ്റെ ഭാരവാഹിത്വത്തിൽ ഏറ്റെടുത്താൽ എന്താ പറയാന്നറിയോ? നിങ്ങളെല്ലാവരും കൂടി നിർബന്ധിച്ചിട്ടല്ലേ, അല്ലാതെ ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ. അബദ്ധം പറ്റിയാൽ അതാ പറയാ. ഏറ്റെടുത്താൽ നിൽക്കുന്നിടത്ത് നായ നിൽക്കും പോലെയല്ല, നരി നിൽക്കും പോലെ നിൽക്കണം. കിട്ടിയതിനെ സുന്ദരമാക്കണം. നമ്മൾ ആരും തന്നെ അച്ഛനെയും അമ്മയെയും നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തതല്ലോ, ആണോ? നമ്മൾ ബസ് കയറുമ്പോൾ ഡ്രൈവർ ആരെന്നും കണ്ടക്ടർ ആരെന്നും നോക്കാതെയല്ലേ ബസ് കയറുന്നത്? അതുപോലെ അച്ഛൻ ആരെന്നും അമ്മ ആരെന്നറിയാതെ ഭൂമിയിലേക്ക് ജനിച്ച വിഡ്ഢികളല്ലേ നമ്മൾ. കിട്ടിയതിന് ശേഷം ഈ അച്ഛനെ എനിക്ക് കിട്ടിയത് മാറ്റിത്തരുമോ എന്ന് ചോദിക്കലില്ലല്ലോ. കിട്ടിയതിനെ സുന്ദരമാക്കണ്ടേ? നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങളെ, കമ്മിറ്റികളെ, പ്രസ്ഥാനത്തെ, സംഘടനകളെ, നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന സ്ഥാനത്തെ സുന്ദരമാക്കാൻ ജെന്യുവിനായിട്ട് കാര്യങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. അല്ലാതെ എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ വേഷം കെട്ടി നിൽക്കുന്നതാണ് ലീഡർ എന്ന തെറ്റിദ്ധാരണ ഉണ്ടായിപ്പോയി. ഏറ്റെടുത്തതിനെ സുന്ദരമായിട്ട് കൊണ്ടു നടക്കുക. അല്ലാതെ എല്ലാവരും പറയാം, എല്ലാവരും ACC മീറ്റിംഗ് നടക്കുക, സ്വാതന്ത്ര്യം കിട്ടാൻ പോവുക. അപ്പോൾ എല്ലാം തീരുമാനിക്കണം. ദേശീയ ഗാനം ഏതാന്ന് തീരുമാനിക്കണം, വേണ്ടേ? അപ്പോൾ എല്ലാവരും പാടി. ഇപ്പോൾ ഇവിടുന്ന് പാടിയ പാട്ട് വന്ദേ മാതരം, വന്ദേ മാതരം, സുജലാം സുഫലാം മലയജ ശീതള സസ്യശ്യാമളാം മാതരം, വന്ദേ മാതരം. എന്ത് നല്ല പാട്ടതല്ലേ. ശുഭ്രജ്യോത്സ്ന പുളകിതയാമിനി പുല്ലകുസുമിത സുമധുര ശോഭിനി സുഹാസിനി. ഒരു വരി തെറ്റിപ്പോയി. പുല്ലകുസുമിത ദ്രുമദള ശോഭിനി സുഹാസിനി സുമധുര ഭാഷിണി സുഖദാം വരദാം മാതരം, വന്ദേ മാതരം. എല്ലാവരും കൈയടിച്ചു. ദേശീയ ഗാനം ഇതല്ലാതെ വേറിയതാ? ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ പ്രോജ്വലിപ്പിച്ച ഗാനം ഇതല്ലാതെ വേറിയതാ? അപ്പോ എല്ലാവരും എഴുതി. ആചാര്യ കൃപലാനി മിനിസ് പുസ്തകം എഴുതുക, വന്ദേ മാതരം, ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ മാതരം ദേശീയ ഗാനം. എല്ലാവരും ഭൂരിപക്ഷം ശരി എന്ന് പറഞ്ഞു നിൽക്കുകയല്ല. ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു നിൽക്കവിടെ. വന്ദേ മാതരം എന്ന ഗാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പ്രോജ്വലിപ്പിച്ച ഗാനമാണ്. കറക്റ്റ്, അതിലൊന്നും തർക്കമില്ല. പക്ഷേ മാതരം, അമ്മയെ ധ്യാനിക്കുന്നത് ഹൈന്ദവ പാരമ്പര്യമാണ്, അമ്മയെ ദൈവമായി. ഈ പാട്ട് കേൾക്കുമ്പോൾ ഹിമാലയത്തിൻ്റെ ഉത്തുംഗ ശൃംഗങ്ങളിൽ നിന്നും സർവാഭരണ വിഭൂഷിതയായ ദുർഗാഭഗവതി ഇറങ്ങി വരുന്നത് ഒരു ബിംബം ഈ പാട്ടിലുണ്ട്. അപ്പോൾ ഇത് ഹിന്ദുവിൻ്റെ പാട്ടാണെന്നൊരു സിഖുകാരന് തോന്നിയാൽ അവൻ്റെ പാട്ടാവില്ല. ഒരു പാഴ്സിക്ക് തോന്നിയാൽ, ഒരു ബൗദ്ധന് തോന്നിയാൽ, ഒരു ജൈനന് തോന്നിയാൽ, ഒരു ക്രിസ്ത്യാനിക്കോ മുസൽമാനോ തോന്നിയാൽ അത് അവൻ്റെ പാട്ടാവില്ല. അതുകൊണ്ട് ഇന്ത്യയുടെ പാട്ട് എല്ലാവരുടെയും പാട്ടാവണം. അതുകൊണ്ട് ദേശീയ ഗീതത്തിൽ പെടുത്താം ഇത്. ദേശീയ ഗാനം ജനഗണമന, ജനഗണം ജനക്കൂട്ടം. അതിൻ്റെ മനസ്സിന് അതിനായകൻ ജയിക്കട്ടെ, അല്ലേ? പ്രാതിനിധ്യ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി, ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ വരിയാണെന്ന് ജനഗണമന അതിനായക ജയഹേ എന്നത്. ഇനിയാണ് ലീഡർഷിപ്പ്. ആ പാട്ട് എങ്ങനെയാണ് ഉൾക്കൊണ്ടതെന്ന് നിങ്ങൾ അറിയണം. ആ പാട്ടിൻ്റെ പ്രത്യേകത, അവരാണ് ഭാരത ഭാഗ്യവിധാത. ആ പാട്ട് ഇന്ത്യൻ സംഗീതത്തിൻ്റെ പ്രത്യേകത അറിയാമോ? തുടക്കവും ഒടുക്കവും ഒരു വരിയായിരിക്കും, അല്ലേ? ഏത് പാട്ടിൻ്റെയും
തുടക്കം തന്നെയായിരിക്കുമല്ലോ ഒടുക്കം, അല്ലേ? കൽപ്പാന്തകാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും, കല്യാണരൂപനാകും കണ്ണൻ്റെ കരളിനെ കവർന്ന രാധികയെ പോലെ, കവർന്ന രാധികയെ പോലെ എന്ന് പാടി. എന്നിട്ട് ചരണം: കർപ്പൂരമെരിയുന്ന കതിർമണ്ഡപത്തിലെ കാർത്തിക വിളക്കാണു നീ, കഥനകാവ്യം പോലെ കളിയരങ്ങിൽ കണ്ട കതിർമയിതമയന്തി നീ, കതിർമയിതമയന്തി നീ. കൽപ്പാന്തകാലത്തോളം. അടുത്ത ചരണം: കർപ്പൂരമെരിയുന്ന, അതിന് ആദ്യം പാടിയ, കണ്ണടച്ചാലുമെൻ്റെ കൺമുന്നിൽ വിളങ്ങുന്ന കല്ലോലിനിയല്ലോ നീ, കന്മത പൂവിടർന്നാൽ കളിവിരുന്നൊരുക്കുന്ന കസ്തൂരിമാനല്ലോ നീ, കസ്തൂരിമാനല്ലോ നീ. വീണ്ടും കൽപ്പാന്തകാലത്തോളം. ഇതാണ് ഇന്ത്യൻ സംഗീതത്തിൻ്റെ ഘടന. പിടികിട്ടിയോ? എന്ന ജനഗണമനയിൽ ആദ്യത്തെ വരി അവസാനം ഉണ്ടോ? ഉണ്ടോ? ചെറിയ വ്യത്യാസമുണ്ട്. ലീഡർഷിപ്പ് അതറിയണം. അതറിഞ്ഞോ ലീഡർഷിപ്പ്? ജനഗണമന അതിനായക ജയഹേ എന്നുള്ളതിനടുത്ത് ജനഗണമംഗളദായക ജയഹേ എന്നാണ്. ഇത് തെറ്റിപ്പോയതാണോ ടാഗോറിനോട്? അല്ല. ജനക്കൂട്ടത്തിന്റെ മനസ്സിന് അതിനായകനായി ജയിച്ച പോരാ, ആ ജനക്കൂട്ടത്തിന് മംഗളദായകനായിരിക്കണം. ലീഡറാവുന്നത് ലീഡർക്ക് വേണ്ടിയിട്ടല്ല, തന്നെ ലീഡറാക്കിയവർക്ക് വേണ്ടിയിട്ടാ. അതാണ് ലീഡർഷിപ്പ്. മനസ്സിലായോ? അവർക്ക്, ജനക്കൂട്ടത്തിന് മംഗളദായകനായിരിക്കണം, അവർക്ക് ഗുണം കിട്ടണം. അല്ലാതെ ജയിച്ചോന് ഗുണം കിട്ടാനല്ല. ജയിച്ചോന് ഗുണം കിട്ടാനല്ല ലീഡറാവുന്നത്, തന്നെ ജയിപ്പിച്ചവർക്ക് ഗുണം കിട്ടാനാണ് ലീഡറാവുന്നത്. ഈ ബോധ്യം ആർക്കുണ്ടാവണം? അതാണ് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ്. അല്ലാതെ എനിക്ക് വേണ്ടി ഞാൻ ജയിക്കുന്നു എന്നതാണെങ്കിൽ അത് ഡിക്റ്റേറ്റർഷിപ്പാണ്. ലീഡർഷിപ്പ് ഡിക്റ്റേറ്റർഷിപ്പും ഡെമോക്രാറ്റിക്കും ഉണ്ട്. ഡിക്റ്റേറ്റർഷിപ്പ് ലീഡർഷിപ്പാണ് ഇന്ത്യൻ ഫ്യൂഡലിസം, രാജഭരണം. ഞാനാണെല്ലാം, ഞാനാണിവിടെ അധികാരി, എല്ലാവർക്കും മേലാളി. അതാണ് ഇന്ത്യയെ തകർത്തത്. ഡിക്റ്റേറ്റർഷിപ്പ്, ഞാൻ പറയുന്നത് ന്യായം, ഞാൻ പറയുന്നത് നീതി. എന്നാൽ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് ഉണ്ടാവണമെങ്കിൽ ജനാധിപത്യ ബോധമുണ്ടാവണം. എല്ലാവർക്കും ജനാധിപത്യ ബോധമുണ്ടാവണം. അതുണ്ടാക്കിയെടുക്കാൻ ഐ ആം ഓക്കെ, യു ആർ ഓക്കെ എന്ന ബോധത്തിലേക്ക് കൊണ്ടുവരണം.